അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അരക്കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അളവ് കപ്പിലാണെന്നുണ്ടെങ്കിൽ അളവ് കപ്പിൽ അളന്നെടുക്കുക. അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ അര ഗ്ലാസ് പച്ചരി എടുക്കുക. നമ്മൾ സാധാരണ പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. പച്ചരിയും ചെറുപയർ പരിപ്പും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചരിയും ചെറുപയർ പരിപ്പും ഒന്ന് കുത്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പച്ചരിയും ചെറുപയർ പരിപ്പും ഒന്ന് കുതിർന്ന് കിട്ടണം. 1 മണിക്കൂറെങ്കിലും എടുക്കും കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതിയാവും. ഞാനിപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര എടുത്താൽ മതിയാവും. ശർക്കര ഉരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ശർക്കരയ്ക്ക് അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ശർക്കര അളന്നെടുക്കുക. അതിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര എല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കടായിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് എടുക്കുക. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിന് പകരമായിട്ട് 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് 1 ലിറ്റർ പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. തേങ്ങക്ക് ഒരുപാട് വിലയില്ല. അപ്പോൾ പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ആ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുക. പാലിൽ ചെയ്യാനാണ് എളുപ്പമെങ്കിൽ പാലിൽ ചെയ്തിട്ടെടുക്കുക. പാലൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ചിട്ടുണ്ട്. കൈവിടാതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ചെറുപയർ പരിപ്പും അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് ഈ അരിയും ചെറുപയർ പരിപ്പും ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചിട്ട് എടുക്കാം. അത് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടിയുള്ള പാലായതുകൊണ്ട് അടിക്ക് പിടിക്കും. അരിയും ചെറുപയർ പരിപ്പും ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം പച്ചരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും വെന്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും കുക്കറിലൊക്കെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുത്തുകൂടെയത്. അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പാലിൽ തന്നെ ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് വേവിച്ചിട്ടെടുക്കുക. എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാവുള്ളൂ. തേങ്ങാപ്പാലിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ വേവിച്ചിട്ട് വറ്റിച്ച് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. 1/4 ഭാഗത്തോളം മാത്രമേ വെന്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇളക്കി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കരിഞ്ഞു പോകും. ഇപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വറ്റി കുറുകി വരണം. എന്നാലാണ് അതിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. വെന്തിട്ടുണ്ടോ എന്ന് കുറച്ചെടുത്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ചൊന്ന് ഇതിൻ്റെ ചൂട് മാറിയിട്ട് കയ്യിൽ പിടിച്ച് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. കയ്യിൽ കുറച്ചെടുത്ത് ഇതുപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പച്ചരിയും ചെറുപയർ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ മാഷർ കൊണ്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പച്ചരി വേവിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പാല് വറ്റി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ വറ്റി വരണം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചില പച്ചരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. റേഷൻ കടയിൽ നിന്നുള്ള പച്ചരിയോ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയോ ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. നല്ലോണം കുറുകി ഇതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും പഞ്ചസാര അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക.
അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഒരു 4-5 തല്ലി ചേർത്ത് കൊടുത്താലും മതി. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലാണ് ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാം പാലിൽ ഈ അരിയും ചെറുപയർ പരിപ്പും വേവിച്ച് കുറുക്കി എടുത്തതിന് ശേഷം ലാസ്റ്റിൽ 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരപ്പാനി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് വരെ എടുക്കുക. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ ബദാം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കശുവണ്ടിയൊക്കെ നിറമൊക്കെ മാറി ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ പച്ചരിയും ചെറുപയർ പരിപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അരി കുതിർക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ പാലിൽ നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അരി കുതിർത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് പാലൊന്നും കുടിക്കാത്ത കൊച്ചു മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിന്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പച്ചരിയും ചെറുപയർ പരിപ്പും വെച്ചിട്ടുള്ള പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്